ഹലോ നമസ്കാരം, ഞാൻ സജന റിജി. സൈനികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കത്തിരിക്കയുടെ വിളവെടുപ്പാണ് കാണിക്കുന്നത്. ധാരാളം കത്തിരിക്ക ഉണ്ടായിട്ടുണ്ട്. നോക്കിയാൽ ഇത് കുലകുത്തി ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ആണെങ്കിൽ നമ്മുടെ ഈ കത്തിരിക്ക ഇത്രയും ഭാരം കൊണ്ട് ഇതാണെങ്കിൽ അങ്ങ് താന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിന്ന് കത്തിരിക്കയുടെ വിളവെടുപ്പ് നടത്താം. ഇതിന് ഞാനൊരു സൂപ്പർ വളമാണ് ചെയ്തത്. ആ വളം ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമുക്കിതിൻ്റെ വിളവെടുപ്പാണ്. വിളവെടുക്കാം. കണ്ടോ, നമ്മൾ മുറിച്ച കത്തിരിക്കയുടെയൊക്കെ വലിപ്പം കണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി വലിപ്പമൊക്കെ അല്ലേ കത്തിരിക്കായ്ക്ക്. അപ്പം നമ്മൾ ഇതുപോലെ കത്തിരിക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ധാരാളം കത്തിരിക്ക നമ്മുടെ ഒറ്റയൊരു ഇതേ ഉള്ളൂ കേട്ടോ. കത്തിരിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കത്തിരിക്ക കിട്ടിയത്. നോക്കി നീ കിടക്കുന്നുണ്ടോ കത്തിരിക്ക? നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ കത്തിരിക്കായെ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ധാരാളം കത്തിരിക്ക ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വഴുതനങ്ങ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട വളപ്രയോഗം എന്താണെന്നറിയാമോ? അത് നമ്മളാണെങ്കിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ വെറുതെ വലിച്ച് അയ്യത്ത് കളയാതെ നമ്മളിതുപോലെ പച്ചക്കറി വേസ്റ്റ് എടുത്തിട്ട് ഒന്നിൽ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ നല്ലതുപോലെ അകത്തി കുഴിയെടുത്ത് കൊടുത്തതിന് ശേഷം അതിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ധാരാളം പച്ചക്കറി വേസ്റ്റ് 1-2 ദിവസത്തെ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്ത് മണ്ണ് മൂടിയിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ധാരാളം കത്തിരിക്കാൻ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഏത് പച്ചക്കറി ആയിക്കോട്ടെ, അതിനെല്ലാം നല്ലതുപോലെ നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി നമുക്ക് വിളവെടുക്കാമേ. ഞാൻ അടുത്തൂടെ കാണിക്കാമേ. നമുക്കതുകൂടെ പറിക്കാം. ഈ കത്തിരിക്ക നമുക്ക് വിത്തിനിട്ടേക്കാമേ. കിടക്കട്ടെ ഇവിടെ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ, നമ്മൾ ഏത് പച്ചക്കറിയായിട്ട് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. ഇതിൻ്റെ ഈ കത്തിരിക്കയുടെ ഒറ്റയൊരു മൂടയുള്ളേ. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും കത്തിരിക്ക ലഭിച്ചത്. ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി അടുത്ത സെക്ഷൻ ഉണ്ടാകാനായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരം കൊണ്ട് ഇതങ്ങ് താന്ന് കിടക്കുമായിരുന്നേ. നമ്മളിതൊന്ന് കെട്ടി ഊന്നൊക്കെ കൊടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഇങ്ങനെ താന്നു പോകുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഇതുപോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ വിളവെടുത്തതിന് ശേഷം എനിക്കിപ്പോൾ ഇനിയും സമയമില്ല അത് കാണിക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ തടമെടുത്തിട്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിട്ട് ഇനിയും മൂടുന്നതായിരിക്കും. അത് നാളത്തേന് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇപ്പം രാത്രിയായി, ഇനിയും കുറേ പണികളുണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ വിത്തിനും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിച്ചെറിയാതെ, നമ്മുടെ പച്ചക്കറി വേസ്റ്റോ ഒന്നും വലിച്ചെറിയാതെ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതുപോലെ കായ്ഫലങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫലപ്രദമായോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് മെസ്സേജ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇന്ന് കത്തിരിക്കയാണ് ഇത്രയും. എനിക്ക് ഒറ്റയൊരു ചെടിയിൽ നിന്നാണ് ഇത്രയും നമുക്ക് വിളവ് ലഭിച്ചത്. എനിക്ക് നല്ല മനോഹരമായില്ലേ? വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് നമ്മൾ തന്നെ നട്ടു വളർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണല്ലേ. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്പെഷ്യൽ വളപ്രയോഗം നിങ്ങൾ ഒന്ന് നടത്തി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി. മതിയോ?